നവകേരള സദസ്സിനിടെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചതച്ച കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ ജീവനക്കാരും ഒടുവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായി. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ പുതിയ UDF സർക്കാർ തങ്ങളെ വേട്ടയാടുകയാണെന്നും അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് കടുത്ത സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നതിനാലാണ് ഇടപെട്ടതെന്നാണ് ചോദ്യം ചെയ്യലിൽ ഗൺമാന്മാർ നൽകിയ മൊഴി. മണിക്കൂറുകൾ നീണ്ട വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളുടെ ഔദ്യോഗിക അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചേക്കുമെന്നാണ് സൂചന. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. ഗൺമാൻ അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവരാണ് കേസിലെ പ്രതികൾ. കേസിൽ പ്രതികളായ 5 പോലീസുകാരും ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. അതേസമയം പിണറായി വിജയന് സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നുവെന്നും കേസിൽ തന്നെ പെടുത്തിയതാണെന്നും കേസിൽ പ്രതിയായ അനിൽകുമാർ പറഞ്ഞു. ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അന്ന് ആലപ്പുഴയിൽ വെച്ച് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തിയും കല്ലും ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിലാണ് അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരായത്. ചോദ്യം ചെയ്യലിൽ പോലീസിന് മുന്നിൽ കടുത്ത പ്രതിരോധമാണ് ഗൺമാന്മാർ തീർത്തത്. മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസ്സിന് നേരെ കരിങ്കൊടിയുമായി പ്രതിഷേധക്കാർ ചാടി വീഴുകയായിരുന്നു. അദ്ദേഹത്തിന് നേരെ വലിയ സുരക്ഷാ ഭീഷണി അന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ജീവൻ സംരക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലുള്ള ഡ്യൂട്ടി മാത്രമാണ് അന്ന് നിർവഹിച്ചത്. എന്നാൽ ഭരണം മാറിയതോടെ തങ്ങളെ കള്ളക്കേസിൽ കുടുക്കി വേട്ടയാടുകയാണ്. കേസിൽ ഇനി എന്താണ് സംഭവിക്കേണ്ടതെന്ന് കോടതി തീരുമാനിക്കട്ടെ എന്നായിരുന്നു അനിൽകുമാറിന്റെ മൊഴി. അതേസമയം പ്രതികളുടെ അറസ്റ്റ് അന്വേഷണ സംഘം സാങ്കേതികമായി രേഖപ്പെടുത്തും. ഇവർക്കെതിരെ 308 വകുപ്പ് പ്രകാരമുള്ള നരഹത്യാ കുറ്റം ചുമത്തിയിരുന്നുവെങ്കിലും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. അന്വേഷണ സംഘത്തിന് മുമ്പാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഉത്തരവിൽ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. 3 ദിവസം രാവിലെ 10 മുതൽ 4 മണിവരെ പ്രതികളെ ചോദ്യം ചെയ്യാമെന്നും ഈ സമയത്ത് പ്രതികളെ കസ്റ്റഡിയിൽ വെക്കാമെന്നും കോടതി വ്യക്തമാക്കി. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പ്രതികളെ വ്യവസ്ഥകൾക്ക് വിധേയമായി ജാമ്യത്തിൽ വിടണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ അന്തിമ റിപ്പോർട്ട് കോടതിക്കും DGPക്കും നൽകും. കുറ്റപത്രം നൽകുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം വൈകാതെ കടക്കും എന്നാണ് സൂചന. പ്രതികൾക്കെതിരെ നരഹത്യാ ശ്രമത്തിനുള്ള വകുപ്പ് ചേർത്തതിൽ അസ്വാഭാവികതയുണ്ടെന്ന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയിരുന്നു. 2023 ഡിസംബർ 15-നാണ് AD തോമസ് MLA, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘം തല്ലിച്ചതച്ചത്. കേസിലെ 5 പ്രതികളും ഇപ്പോൾ സസ്പെൻഷനിലാണ്. മുൻ ഭരണകാലത്ത് പിണറായി വിജയൻ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് ന്യായീകരിച്ച ഈ ഗുണ്ടാ വിളയാട്ടത്തിന് ഒടുവിൽ പുതിയ UDF സർക്കാരിന്റെ കാലത്ത് നിയമപരമായ തിരിച്ചടി ലഭിക്കുകയാണ്. VD സതീശൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ ഇരകൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സീറ്റ് അന്വേഷണം ഊർജിതമാക്കിയത്. SIT ഇന്ന് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കാനാണ് സാധ്യത. അറസ്റ്റ് ചെയ്താൽ 1 ലക്ഷം രൂപ ബോണ്ടിലും 2 ആൾ ജാമ്യത്തിലും വിട്ടയക്കണമെന്നാണ് ജാമ്യ വ്യവസ്ഥ. അടുത്ത 2 ദിവസം കൂടി ചോദ്യം ചെയ്യൽ തുടരും.